വെച്ച് കരങ്ങൾ രണ്ടും നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ച് ഈ രാത്രിയിൽ ത്യാഗം ചെയ്ത് ദൈവിക അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് നമ്മളൊക്കെ. നമ്മുടെ എല്ലാവരുടെ ഹൃദയങ്ങൾ തുറക്കട്ടെ, എല്ലാ മനസ്സുകളും തുറക്കട്ടെ. ഇവിടെ ഇപ്പോൾ ശുശ്രൂഷയിലായിരിക്കുന്നവർ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ശാലോം ടെലിവിഷൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾ, ഈ മണിക്കൂർ ദൈവത്തിൻ്റെ വചനത്താൽ നമ്മൾ ഓരോരുത്തരും അഭിഷേകം ചെയ്യപ്പെടാൻ, ദൈവത്തിൻ്റെ വചനത്താൽ നമ്മൾ ഓരോരുത്തരും ശക്തിപ്പെടാൻ, ദൈവത്തിൻ്റെ വചനത്താൽ നമ്മൾ ഓരോരുത്തരും രൂപാന്തരീകരണം പ്രാപിക്കാൻ, കർത്താവേ അവിടുത്തെ ശക്തി ഞങ്ങളിലേക്ക് വർഷിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരെ ബലപ്പെടുത്തണമേ. വചനത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും പുതിയ വ്യക്തികളാക്കി മാറ്റണമേ. വചനത്താൽ നിറഞ്ഞ പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക് പരിശുദ്ധ അമ്മേ അമ്മ വരണമേ. ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതാവസ്ഥകളിലേക്ക് പരിശുദ്ധ അമ്മേ മധ്യസ്ഥയായി നീ കടന്നു വരണമേ. രോഗത്തിലായിരിക്കുന്ന രോഗിയുടെ അരികിലേക്ക് ഇപ്പോൾ സൗഖ്യമായി നീ കടന്നു വരണമേ. തകർന്ന ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും പരിശുദ്ധ അമ്മേ ഇപ്പോൾ ഈ സമയം മധ്യസ്ഥയായി കടന്നു വരണമേ. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഓരോ മകൻ്റെയും മകളുടെയും ജീവിതത്തിലേക്ക് ഇപ്പോൾ മധ്യസ്ഥയായി നീ കടന്നു വരണമേ. ശക്തിയായി നീ കടന്നു വരണമേ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. എത്രയും ദയുള്ള മാതാവേ, അങ്ങേ സങ്കേതത്തിൽ ഓടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെ അങ്ങ് ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യാളുടെ രാജ്ഞിയായ കന്യകയെ, ദയുള്ള മാതാവേ, വിശ്വാസ ശരണപ്പെട്ട് അങ്ങേ തൃപാദത്തിൽ ഞങ്ങൾ അണയുന്നു. നെടുവേർപ്പെട്ട് കണ്ണയെ ചിന്തി പാപിയായ ഞാൻ ഞങ്ങളുടെ ആഴത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേൾക്കണമേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ യൗസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധ തോമാസ് ലീഹായെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എല്ലാ അന്ധകാര ശക്തികളിൽ നിന്ന് ഞങ്ങൾക്ക് സംരക്ഷണമായിട്ട് നിലകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധ ബെനഡിക്റ്റേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സകല മാലാഖ വൃന്ദങ്ങളെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. യേശുവേ ആരാധന. വലതുകരം ഉയർത്തി യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതൊന്ന് വീശി പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. കേരളത്തിൻ്റെ പല ദിക്കുകളിൽ നിന്നായി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് വന്നിട്ടുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നവർ. ഒത്തിരി ത്യാഗം ചെയ്ത് മണിക്കൂറുകൾ യാത്ര ചെയ്ത് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാനായിട്ട് വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരും
ഈ ശുശ്രൂഷയെ ഇപ്പോൾ ഇതാ കേട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരിക്കുന്ന വ്യക്തികൾ, കുടുംബങ്ങൾ, സമൂഹങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അച്ഛനിവിടെ നിൽക്കുമ്പോൾ അച്ഛൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരു അഭിഷേകം നമുക്ക് വേണം. ദൈവിക അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, അതിനുവേണ്ടി ത്യാഗം ചെയ്യുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും. ഒരു വശത്ത് മനുഷ്യൻ ഭൗതികതയ്ക്ക് വേണ്ടി ഓടി നടക്കുമ്പോൾ ഇന്ന് പല ശുശ്രൂഷകളിലൂടെ അച്ഛന് പറയാൻ സാധിക്കും, അനേകർ ഇന്ന് ദൈവിക അഭിഷേകത്തിന് വേണ്ടി വില കൊടുത്ത് പ്രാർത്ഥിക്കുന്ന, ജീവിതം കൊടുത്ത് പ്രാർത്ഥിക്കുന്ന, അതിനുവേണ്ടി കാത്തിരിക്കുന്ന, അതിനുവേണ്ടി ത്യാഗം ചെയ്യുന്ന മനുഷ്യരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് വരുന്ന മനുഷ്യരോട് സാധാരണഗതിയിൽ അച്ഛൻ ചോദിക്കാറുണ്ട്, എന്തിനു വേണ്ടിയാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ടത്? ധാരാളം മനുഷ്യരുടെ മറുപടി അച്ഛനറിയാവുന്ന കുടുംബങ്ങൾ പോലും, അവിടെ കുടുംബാവസ്ഥകൾ പോലും അറിയാവുന്നതാണ്. അവർ പറയാറുള്ളത്, ഒരു അഭിഷേകം കിട്ടണം അച്ഛ, ഒരു അഭിഷേകത്തിന് വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി, എനിക്കൊരു അഭിഷേകം വേണം. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ രാത്രിയിൽ നിങ്ങളും ഞാനും ലോകം മുഴുവനും ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യം, ഒരഭിഷേകം എനിക്ക് വേണം. എൻ്റെ പൗരോഹിത്യത്തിലേക്ക് ഒരഭിഷേകം നിറയുമ്പോഴാണ് എൻ്റെ പൗരോഹിത്യമായിട്ട് മാറുക. സന്യാസ ജീവിതത്തിൻ്റെ സമർപ്പണം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയുമ്പോഴാണ് സമർപ്പണത്തിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാൻ, വ്യാപരിക്കാനായിട്ട് സാധിക്കുക. കുടുംബജീവിതത്തിൽ, ദാമ്പത്യത്തിൽ ഒരു അഭിഷേകത്തിൻ്റെ നിറവ് നടക്കുമ്പോഴാണ് കുടുംബജീവിതം മധുരമായിട്ട് മാറുന്നത്, അഭിഷേകമായിട്ട് മാറുന്നത്. യുവത്വത്തിലായിരിക്കുന്ന ജീവിതങ്ങളിലും ഇന്ന് ധാരാളം യുവജനങ്ങൾ നമ്മുടെ ധ്യാന സെൻറ്ററിൽ വന്ന് ധ്യാനിക്കുന്നു. ധാരാളം പേര് ഓരോ ധ്യാനങ്ങളിലും ഒരു 40% 35-40% യുവജനങ്ങൾ ധ്യാനിക്കുന്നത് ഓരോ ആഴ്ചകളിൽ അച്ഛൻ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അച്ഛൻ കണ്ടിട്ടുണ്ട്, ത്യാഗം ചെയ്ത് കണ്ണുനീരോടെ അഭിഷേകത്തിന് വേണ്ടി ദാഹിക്കുന്ന യുവജനങ്ങൾ, പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനികൾ, എല്ലാവരുടെ ജീവിതത്തിലും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എനിക്കൊരു അഭിഷേകം വേണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സന്തോഷത്തോടെ എന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം ആഗ്രഹിച്ചിട്ട് പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്കറിയാം, ഈ അഭിഷേകം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഈ അഭിഷേകം നീയും ഞാനും സ്വീകരിക്കുന്നതിന് പ്രധാനപ്പെട്ടതായ വഴി നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥന മാത്രമാണ്. പ്രാർത്ഥനയിലൂടെയാണ് ഒരു വ്യക്തി അഭിഷേകത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരുന്നത്. പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ പുറപ്പാടിൻ്റെ പുസ്തകം 34-ാം അധ്യായത്തിൻ്റെ 28-29 തിരുവചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, മോശ സീനായി മലയിൽ സാക്ഷ്യഫലകവുമായി അഹരോന്റെയും ഇസ്രായേൽ ജനത്തിൻ്റെയും ഇടയിലേക്ക് ഇറങ്ങി വരുന്നത്. 34-ന്റെ ആരംഭം മുതൽ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ദൈവവുമായിട്ടുള്ള
നിരന്തരമായിട്ടുള്ള സംഭാഷണത്തിൽ ആയിരിക്കുന്ന, പ്രാർത്ഥനയിലായിരിക്കുന്ന മോശയെ നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. 40 രാവും 40 പകലും മോശ ദൈവത്തോടൊപ്പം ചെലവഴിച്ചു എന്നാണ് 28, 29 താഴേക്ക് വരുന്ന വചനത്തിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുക. മോശ പ്രാർത്ഥിച്ചു, ദൈവത്തോട് മോശ ഒന്നായി തീർന്നു. ഈ കഴിഞ്ഞ പ്രൈസ് ആൻഡ് വർഷിപ്പിന്റെ ശുശ്രൂഷയിൽ പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞു വെച്ചൊരു കാര്യവും ഇപ്രകാരം ഉള്ള ചിന്തയിലേക്കാണ് നമ്മൾ ഓരോരുത്തരെ നയിക്കുന്നത്. മോശ ദൈവത്തോട് ചേർന്ന് നിന്നു. ദൈവത്തോട് മോശ ചേർന്ന് നിന്നു. ദൈവത്തിൻ്റെ സ്വരം മോശയ്ക്ക് കേൾക്കാൻ പറ്റി. കാരണം മോശ പ്രാർത്ഥനയിലായിരുന്നു. മോശ പ്രാർത്ഥനയിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ 34-ാം അധ്യായത്തിന് പുറപ്പാട് 34-ന്റെ 28, 29 തിരുവചനത്തിലേക്ക് വരുമ്പോൾ മോശ ഇതാ സീനായി മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ജനത്തിന് അഹരോനും ഇതാ ജനത്തിനും മോശയുടെ മുഖത്തേക്ക് നോക്കുവാനായിട്ട് ഭയം തോന്നി. കാരണം മോശയുടെ മുഖം അത്രമാത്രം ശോഭനമായിരുന്നു, അത്രമാത്രം പ്രകാശിച്ചിരുന്നു. ദൈവത്തോട് ഒന്നായി തീരുന്ന വ്യക്തിത്വം, ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി, സ്വരത്തിന് വേണ്ടി, തിരുഹിതത്തിന് വേണ്ടി കാത്തിരുന്ന് മണിക്കൂറുകൾ, ദിവസങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ച മോശ പുതിയ അഭിഷേകം, പുതിയ നിറവിലേക്ക് വന്നിരിക്കുന്നത്, പ്രത്യേകിച്ച് അത് എക്സ്റ്റേണലായിട്ടുള്ള, ഭൗതികമായിട്ടുള്ള ദൃശ്യത്തിൽ പോലും കാണുവാനായിട്ട്, ദർശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രാത്രിയിൽ നാം ഓരോരുത്തരും തിരുവചനം കേൾക്കുമ്പോൾ, ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് ഈ നല്ല മണിക്കൂർ, ഈ നല്ല രാത്രി, സുഖമായിട്ട് ഉറങ്ങുവാനായിട്ടുള്ള സമയം. പ്രിയപ്പെട്ടവരെ, ഈ സുഖമായിട്ട് ഉറങ്ങുവാനായിട്ടുള്ള സമയമെല്ലാം ദൈവത്തിൻ്റെ വചനത്തിനായി, അഭിഷേകത്തിനായി നിങ്ങൾ ഓരോരുത്തരും കാത്തിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത് ഇത് തന്നെയാണ്. കർത്താവേ, മോശയുടെ മേല് അങ്ങയച്ച അഭിഷേകത്തിൻ്റെ പങ്ക് ഈ രാത്രിയിൽ അങ്ങയെ ശ്രവിക്കുന്ന, അങ്ങയെ കാണുവാൻ, അങ്ങയെ അനുഭവിക്കുവാൻ, അങ്ങയെ അനുഭവിച്ചറിയുവാൻ ഈ രാത്രി എൻ്റെ ജീവിതത്തിനും ഇടവരുത്തണമെന്ന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വചനത്തിൽ നമ്മൾ ശ്രവിക്കുന്നുണ്ട്. ഈശോ ഇതാ പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്നതായിട്ട്. ശിഷ്യന്മാർ ഈശോയെ അന്വേഷിച്ച് പല സ്ഥലങ്ങളിലും പോയി, കണ്ടെത്തിയില്ല. മറിച്ച് വിജന സ്ഥലത്തേക്ക് മാറി ഈശോ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു എന്ന് 35-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോ ഈ പ്രാർത്ഥനയിൽ പിതാവുമൊപ്പം ഒന്നായി തീർന്ന് ചെലവഴിച്ചത് എന്തിനാണെന്ന് 36, 37 തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 36, 37 തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നു, ശിഷ്യന്മാർ കണ്ടെത്തിയതിന് ശേഷം ഇനി എവിടെയായിരുന്നു, ഞങ്ങളിതിനെ അന്വേഷിച്ചു എല്ലാം പറഞ്ഞപ്പോൾ ഈശോ മറുപടി നമ്മൾ കാണുന്നത്, എനിക്ക് അടുത്ത പട്ടണത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു, എനിക്ക് അവിടെ പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു, രോഗികളെ സുഖപ്പെടുത്തേണ്ടിയിരിക്കുന്നു, പിശാചുക്കളെ ബഹിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെല്ലാം അഭിഷേകം എനിക്ക് വേണം, ഇതിനെല്ലാം അഭിഷേകം എനിക്ക് വേണം. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ കാലഘട്ടത്തിൽ അച്ഛൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം,
നമ്മുടെ എല്ലാവരുടെ ജീവിതങ്ങൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള ജീവിതത്തിൻ്റെ പ്രൊഫഷനുകളിലായിരിക്കുന്ന നമ്മളൊക്കെ പരാജയപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, കുടുംബജീവിതത്തിൽ പരാജയങ്ങളിൽ പെടുന്നുണ്ടെങ്കിൽ, സന്യാസത്തിൽ പരാജയങ്ങളിൽ പെടുന്നുണ്ടെങ്കിൽ, പൗരോഹിത്യത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ശുശ്രൂഷ ജീവിതത്തിലുള്ള അനേകർ ഇന്ന് പരാജയപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കാരണം അഭിഷേകം കുറഞ്ഞു പോകുന്നത് അറിയാതെ പോകുന്നു. അഭിഷേകം നഷ്ടപ്പെട്ടു പോകുന്നത് അറിയാതെ പോകുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, ഇവിടെ നമ്മൾ ഓരോരുത്തരായിരിക്കുമ്പോൾ, ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ ഇതാ ആയിരിക്കുന്ന അനേകർ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്, നമ്മുടെയൊക്കെ അഭിഷേകത്തിൻ്റെ അളവ് എവിടെയാണെന്ന് നമുക്കറിയാം. ആത്മീയ അഭിഷേകത്തിൻ്റെ അളവ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്കറിയാം അഭിഷേകം എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന്. നമുക്കൊക്കെ അറിയാലോ, നമ്മുടെ സാമ്പത്തിക വരുമാന മാർഗം ഓരോ ചാച്ചന്മാരോട്, കുടുംബത്തിലെ ഓരോ സഹോദരങ്ങളോട് ചോദിച്ചാൽ സാമ്പത്തികമായിട്ടുള്ള വരുമാനം ഒരു മാസം നിങ്ങൾക്ക് എത്ര വരുമാനം കിട്ടുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും, വ്യക്തമായിട്ട് പറയും, ഇത്രയാണ് വരുമാനം കിട്ടുന്നത്, ഇത്ര ചെലവുണ്ട്, ഇത്ര വരവുണ്ട്. നമുക്ക് വ്യക്തമായിട്ടറിയാം. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ കാലഘട്ടത്തിൽ ദൈവജനമായ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട വലിയ വസ്തുത, ഈ അഭിഷേകത്തിൻ്റെ അളവ്, സമ്പത്തിൻ്റെ അളവ് കുറയുമ്പോൾ, ഭൗതികതയുടെ അളവ് കുറയുമ്പോൾ, സൗന്ദര്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ, ആരോഗ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ, ഇതാ പ്രസ്റ്റീജിൻ്റെ അളവ് കുറയുമ്പോൾ നമ്മൾ അറിയുന്നുണ്ട്, നമ്മൾ നന്നായിട്ട് അറിയുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഓരോ അപ്പനും അമ്മയും, ഓരോ യുവാവും യുവതിയും, ഓരോ പുരോഹിതനും ഓരോ സമർപ്പിതയും ഈ കാലഘട്ടത്തിൽ തിരിച്ചറിയണം, എൻ്റെ അഭിഷേകം എനിക്ക് കുറഞ്ഞു പോയിട്ടുണ്ടോ, എൻ്റെ അഭിഷേകം എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? പ്രിയപ്പെട്ട ദൈവജനമേ, മോശയെ പോലെ പോകണം. സീനായി മലയിലേക്ക് നമ്മൾ പോകണം. സീനായി മല നമ്മുടെ ഭവനങ്ങളായി മാറണം. സന്യാസ ഭവനങ്ങൾ സീനായി മലയായി മാറണം. നമ്മുടെ കുടുംബങ്ങളൊക്കെ സീനായി മലയായി മാറണം. ഓരോ ധ്യാന കേന്ദ്രങ്ങളും ആത്മീയ ശുശ്രൂഷ കേന്ദ്രങ്ങളും സീനായി മലയായി മാറുമ്പോൾ മാത്രമാണ് നമ്മുടെ മുഖം പ്രകാശിക്കുകയുള്ളൂ, നമ്മുടെ ഹൃദയം പ്രകാശിക്കുകയുള്ളൂ, നമ്മുടെ ആത്മാവ് പ്രകാശിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വലത് കരന്ന് ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. കരന്ന് വീശി പറയാമോ ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് എല്ലാത്തിനും നമുക്ക് സമയമുണ്ട്. നമുക്കെല്ലാത്തിനും സമയമുണ്ട്. സഭാപ്രസംഗകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ എല്ലാത്തിനും ഒരു സമയമുണ്ട്. നമുക്കെല്ലാത്തിനും സമയമുണ്ട്. പക്ഷേ നമുക്ക് സമയമില്ലാതെ പോകുന്നത് അച്ഛൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അഭിഷേകത്തിൻ്റെ നിറവ് ഇതാ പൂർത്തിയാക്കുവാൻ, അഭിഷേകത്തിൻ്റെ നഷ്ടപ്പെടൽ വീണ്ടും തിരിച്ചെടുക്കാനായിട്ടുള്ള സമയം, ബോധ്യം നമുക്ക് പലപ്പോഴും കിട്ടാതെ പോകുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചോദിച്ചു നോക്കുന്നത് നല്ലതാണ്. നമ്മോട് തന്നെ ഈ രാത്രിയിൽ ചോദിച്ചു നോക്കുന്നത് നല്ലതാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, 2 നിലയുള്ള വീട് പണിതതുകൊണ്ടോ, 5 ഏക്കർ റബ്ബർ തോട്ടം ഉള്ളതുകൊണ്ടോ, വലിയ വരുമാനമുള്ള ഒരു ജോലി ലഭിച്ചതുകൊണ്ടോ, ഒരു അറിയപ്പെടുന്ന അല്ല പ്രൊഫഷണലായിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടത് കൊണ്ടോ ഒന്നും നമ്മുടെ ജീവിതങ്ങളൊന്നും യഥാർത്ഥത്തിൽ ജീവിതങ്ങളാകുകയല്ല. നമ്മുടെയൊക്കെ ജീവിതങ്ങൾ യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ജീവിതമായി മാറുക ദൈവിക അഭിഷേകത്തെ നിറയുമ്പോഴാണ്. നമ്മൾ ഓരോരുത്തരും വേറെ തരത്തിൽ പറഞ്ഞാൽ ദൈവിക മനുഷ്യരായി മാറുമ്പോൾ മാത്രമാണ്, പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലേക്ക് നമ്മൾ വളരുകയും നമ്മൾ ഉയരുകയും നമ്മൾ അതിൽ വ്യാപരിക്കുകയും ചെയ്യുന്നുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി,
യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈശോയെ കാണുവാനായിട്ട് ധാരാളം മനുഷ്യർ ഇതാ ഈശോയുടെ അടുത്തേക്ക് വരുന്നു. ഈശോ അവരെല്ലാവരെയും അകലെ നിന്ന് കണ്ടു. അവരെ നോക്കി, അവരോട് വലിയ സ്നേഹം തോന്നി. അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ലൂക്ക 5:15 നമ്മൾ വായിക്കുന്നത്, ഈശോ അവരെ ആരെയും വ്യക്തിപരമായിട്ട് കണ്ടില്ല, മറിച്ച് ആ ജനം എല്ലാവരും അവിടെ നിൽക്കുമ്പോൾ ഈശോ അവിടെ നിന്ന് മാറി പിൻവാങ്ങി പ്രാർത്ഥനയിൽ ചെലവഴിച്ചു എന്നാണ് വചനം നമ്മൾ കാണുന്നത്, വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവജനമേ, വീണ്ടും നമ്മുടെ കർത്താവ്, നമ്മുടെ ഗുരുവും നമ്മുടെ രക്ഷകനും നമ്മുടെ നാഥനും നമുക്ക് മാതൃകയുമായ പാപമൊഴികെ എല്ലാറ്റിനും നമുക്ക് സമനായവൻ ഈശോ, ഫിലിപ്പിയരുടെ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പാപമൊഴികെ എല്ലാറ്റിലും അവൻ നമുക്ക് സമനാണ്. ഇവിടെ നമ്മുടെ കർത്താവ് കാണിക്കുന്നത്, എല്ലാം നമുക്ക് പലതും നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം, നമുക്കൊഴിവാക്കാം. പക്ഷേ പ്രിയപ്പെട്ട ദൈവജനമേ, അഭിഷേകത്തെ വർദ്ധിപ്പിക്കാൻ, അഭിഷേകത്തെ കൂട്ടുവാൻ ദൈവം നമുക്ക് അനുവദിച്ചു തരുന്ന സമയങ്ങളാണ് പ്രാർത്ഥനയുടെ സമയങ്ങൾ. ഇത് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റുകയില്ല, ഇത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുകയില്ല. ഇത് നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുക. ഈശോ അത് തന്നെയാണ് ഈ ലൂക്ക 5-ാം അധ്യായത്തിൻ്റെ 15 നമ്മൾ കാണുന്നത്. ജനത്തിൽ നിന്ന് അവിടുന്ന് പിൻവാങ്ങി അവിടുന്ന് പ്രാർത്ഥനയിൽ ചെലവഴിച്ചു എന്നാണ് പറയുക. അവിടുന്ന് പ്രാർത്ഥനയിൽ ചെലവഴിച്ചു, പ്രാർത്ഥിച്ചു, പിതാവുമായി ഒന്നായിത്തീരുന്ന നിമിഷം, അഭിഷേകത്തിൻ്റെ പൂർണ്ണതയിലെത്തുന്ന നിമിഷം, പിതാവിൻ്റെ സ്വരം കേട്ട് വരും ദിനങ്ങളിലെ, വരും മണിക്കൂറുകളിലെ സകലതും ക്രമീകരിക്കപ്പെടാനായിട്ടുള്ള മണിക്കൂറുകൾ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതങ്ങളിലേക്കും കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്, ഏതെല്ലാം സംഗതികൾ മാറ്റിവെച്ചാലും അഭിഷേകത്തെ കൂട്ടുവാനായിട്ടുള്ള മണിക്കൂർ, പ്രാർത്ഥനയുടെ മണിക്കൂർ, ആ മണിക്കൂർ നഷ്ടപ്പെടുത്തരുത്. ആ മണിക്കൂറിനെ വീണ്ടും കൂട്ടുവാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതെന്ന് കർത്താവ് നമ്മൾ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രിയിലും നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെ മുഖത്ത് കാണുന്ന പ്രകാശം, നിങ്ങളുടെ മുഖത്ത് കാണുന്ന എന്താ പറയുക, കാത്തിരിക്കുന്ന, എന്തിനോ വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളുടെ മുഖത്ത് കാണുന്ന ജിജ്ഞാസ, പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ഒരു അഭിഷേകം എൻ്റെ ജീവിതത്തിൻ്റെ മേലും വന്ന് നിറയണമേ എന്നാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങളും നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥിക്കേണ്ടതും. ഇപ്പോൾ ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഇതാ ദിക്കുകളിലും ദേശങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും ആയിരിക്കുന്ന ജനപദങ്ങൾ മുഴുവനും ആഗ്രഹിക്കേണ്ടതും ആഗ്രഹിക്കുന്നതും ഇപ്രകാരമുള്ള ഒരു അഭിഷേകത്തിൻ്റെ നിറവാണ്. നമ്മുടെ ശുശ്രൂഷകളിലേക്ക് പ്രിയപ്പെട്ടവരെ അഭിഷേകം നിറയണം. നമുക്കറിയാം, ഇന്ന് ധാരാളം ആത്മായ ശുശ്രൂഷകളിൽ വ്യാപരിക്കുന്ന ആത്മായരായിട്ടുള്ള വ്യക്തികൾ, ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ, ഇതാ ടിവിയുടെ മുൻപിലായിട്ട് ഈ അഭിഷേകത്തിന് കാത്തിരിക്കുന്നവർ, ശ്രവിക്കുന്നവർ, ശുശ്രൂഷ മേഖലകളിലുള്ള ആത്മായരായിട്ടുള്ള ധാരാളം പേര്, അനേകം സമർപ്പിതര്, അനേകം വൈദികര്, അനേകം കുടുംബജീവിതക്കാര്, പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ മേലും ഇതാ ഈശോ നിറഞ്ഞതുപോലെ നമ്മുടെ ജീവിതങ്ങളുടെ മേലും അഭിഷേകം നിറയണം. നമ്മുടെ ഹൃദയങ്ങൾ നിറയണം, നമ്മുടെ ആത്മാവ് നിറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
യേശുവേ നന്ദി. വലതുകരൊന്ന് ഉയർത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരൊന്ന് വീശി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അല്പം കൂടി സ്വരം ഉയർത്തി. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെയുള്ള തിരുവചന ഭാഗത്ത് നമുക്ക് ശ്രവിക്കാനായിട്ട് സാധിക്കും, കാണുവാനായിട്ട് സാധിക്കുക. ഏലിയ പ്രവാചകൻ, ശക്തനായിട്ടുള്ള പ്രവാചകൻ, 3 വർഷവും 6 മാസവും ആകാശം ഇതാ മഴ വർഷിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ട് 3 വർഷവും 6 മാസവും ഭൂമിയിൽ മഴ പെയ്ച്ചില്ല എന്നാണ് നമ്മൾ വചനത്തിൽ വായിക്കുക. വീണ്ടും ശക്തനായ ഏലിയ പ്രവാചകൻ, അഭിഷേകത്താൽ നിറയപ്പെട്ട ഏലിയ പ്രവാചകൻ വീണ്ടും പ്രാർത്ഥിച്ചു. നമ്മൾ കാണുന്നുണ്ട്, ഇതാ ആകാശം മഴ വർഷിക്കുകയും ഭൂമിയിൽ മഴ പെയ്തു. ഇതാ ചെടികൾ വളർന്നു, ഫലങ്ങൾ വളർന്നു. മോശയുടെ അഭിഷേകത്താൽ നിറയപ്പെട്ട വ്യക്തിത്വം, അഭിഷേകത്താൽ നിറയപ്പെട്ട പ്രാർത്ഥന. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ അഭിഷേകം നിറയുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനകളിലേക്കും ജീവിതങ്ങളിലേക്കും അഭിഷേകം വരാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മളാരും ഈ ഭൂമിയിലുള്ള ഈ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയില്ല. വീട് കിട്ടണം, പെണ്ണിൻ്റെ കല്യാണം നടക്കണം, ചെറുക്കന് വിദേശത്ത് പോകണം, സ്ഥലത്തിൻ്റെ വിൽപ്പന നടക്കണം, പിന്നെ പുതിയ വാഹനം വാങ്ങണം, മോളൊന്ന് ശരിയാകണം, പുതിയ സ്ഥലത്തൊരു സ്ഥാപനം തുടങ്ങണം, പുതിയൊരു ബിസിനസ് തുടങ്ങണം, പുതിയ എന്നാ പറയുക നല്ലൊരു സ്ഥലത്ത് കൊച്ചിന് അഡ്മിഷൻ കിട്ടണം, തടസ്സങ്ങൾ മാറണം. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ഇപ്രകാരമുള്ള ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ, മനുഷ്യ ജീവിതത്തിൽ ഇതെല്ലാം ആവശ്യമാണ്. എന്നാൽ അച്ഛൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, മനുഷ്യൻ ഉന്നതമായ കാര്യങ്ങൾക്ക് വേണ്ടി ദാഹിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ആത്മീയ മനുഷ്യരായി മാറുകയുള്ളൂ. ദൈവം ആഗ്രഹിക്കുന്നതും ഈ കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്നതും നമ്മളൊക്കെ, പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ ആത്മീയ മനുഷ്യരായിട്ട് മാറണം, ആത്മീയ വ്യക്തിത്വമുള്ളവരായിട്ട് മാറണം. നമ്മുടെ കുടുംബങ്ങളിലേക്കൊക്കെ നോക്കിയാൽ, നമ്മുടെ അപ്പൻ്റെ അമ്മയുടെ ജീവിതമൊക്കെ നോക്കിയാൽ, പഴയ കുടുംബങ്ങളിലേക്ക് നോക്കിയാൽ കുടുംബത്തിൽ വലിയ ഭദ്രത, കുടുംബത്തിൽ വലിയ ഡിസിപ്ലിൻ, അച്ചടക്കം, കുടുംബത്തിൽ നോക്കുമ്പോൾ ധാർമ്മികമായ എല്ലാ തരത്തിലും ഒരു കെട്ടുറപ്പ് നമുക്ക് കാണാൻ സാധിക്കും പഴയ കുടുംബങ്ങളിൽ. അതിൻ്റെ കാരണം നമ്മുടെ മാതാപിതാക്കളുടെ തടി വലുപ്പമോ അല്ലെങ്കിൽ അവരുടെ മീശയുടെ വലുപ്പമോ ഒന്നുമല്ല, മറിച്ച് നമ്മുടെ മാതാപിതാക്കളിലൊക്കെ ഉണ്ടായിരുന്ന ആത്മീയ വ്യക്തിത്വം കുടുംബത്തിലേക്ക് ഇതാ അഭിഷേകത്തെ കൊണ്ടുവരാൻ കാരണമായി. കുടുംബത്തിലേക്ക് ഇതാ ഒരു അച്ചടക്കത്തെ കൊണ്ടുവരാൻ കാരണമാകുന്നു. കുടുംബത്തിൽ ഒരു ആത്മീയതയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുവാനായിട്ട് നമ്മുടെ മാതാപിതാക്കളുടെ ആത്മീയ ജീവിതം കാരണമായിട്ട് മാറി. അപ്പൻ്റെയും അമ്മയുടെയും ആത്മീയ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി മക്കളുടെ ജീവിതങ്ങൾ മാറണം. മക്കളുടെ ജീവിതങ്ങൾ അപ്രകാരമായിട്ട് മാറണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അച്ഛൻ ഓർക്കുന്ന ഒരു സംഭവം, കുവൈറ്റിൽ ധാരാളം വർഷം ജോലി ചെയ്തൊരു മനുഷ്യൻ, നമ്മുടെ അങ്കമാലി ഭാഗത്തുള്ള ഒരു സഹോദരൻ, ജോസഫ് എന്ന് പറയുന്ന സഹോദരൻ, കുവൈറ്റിൽ
വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന മനുഷ്യൻ ഇപ്പോഴും അദ്ദേഹം നമ്മുടെ സെൻറ്ററിൽ വന്ന് ധ്യാനം കൂടി. ഈ ജോസഫിന് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന രോഗത്തിൽ നിന്ന് ആ ധ്യാനത്തിൽ വെച്ച് സൗഖ്യം കിട്ടി. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ധ്യാനത്തിന് വന്നു. ഈ 2 ആഴ്ചകൾക്ക് മുൻപായിട്ട് അദ്ദേഹം ഭാര്യയ്ക്ക് ധ്യാനം കൂടിയതിന് ശേഷം അവർ 2 പേരും അവരുടെ മക്കളും കൂടി 3 പേര് കൂടെ പ്രാർത്ഥിക്കാനായിട്ട് അച്ഛൻ്റെ അടുത്ത് വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ വന്നത് എനിക്കൊരു പ്രാർത്ഥന സ്വീകരിക്കണം, എന്നാൽ അതോടൊപ്പം തന്നെ ഞാൻ ഇവിടുത്തെ ധ്യാനം കഴിഞ്ഞപ്പോൾ ഒരു കാര്യം തീരുമാനം എടുത്തു വച്ചാ, എൻ്റെ ജീവിതത്തിൽ, ജോസഫ് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസം ഞാൻ കാണുന്നു. ഞാനൊരു ശുശ്രൂഷ ചെയ്യുന്ന മനുഷ്യനാണ്, ഞാൻ കുവൈറ്റിലൊക്കെ കൊച്ചു കൊച്ചു ശുശ്രൂഷ ചെയ്യുന്ന മനുഷ്യനാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എന്തോ വലിയൊരു വ്യത്യാസം വന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, എനിക്കൊരു പ്രത്യേകമായ ഒരു അഭിഷേകത്തിൻ്റെ നിറവ് എനിക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ അഭിഷേകം സ്വീകരിച്ചു. ഞാൻ തീരുമാനമെടുത്തൊരു കാര്യം, കുവൈറ്റിൽ ജോലി ചെയ്യുന്ന എല്ലാവരും ഇവിടെ വന്ന് ഒരു ധ്യാനം കൂടണം, ദിവ്യകാരുണ്യ ആത്മാഭിഷേക ധ്യാനം കൂടണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പോൾ ഒരു വഴി ഞാൻ കണ്ടെത്തിയത്, ധ്യാനം കഴിയുമ്പോൾ വെള്ളിയാഴ്ച രാവിലെ ഈ 5 ദിവസവും ആരാധനയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന അരുളിക്ക, 5 ദിവസവും ഈ അൾത്താരയിൽ എഴുന്നള്ളി വരുന്ന ഈശോ, ആ ഈശോയുടെ അരുളിക്ക വെച്ച്, ആ ഈശോ, ജീവിക്കുന്ന ഈശോയെ വെച്ച് എടുത്ത ഒരു പടം വെള്ളിയാഴ്ച ധ്യാനം കഴിഞ്ഞ് പോകുന്ന എല്ലാവർക്കും അച്ഛൻ കൊടുക്കുന്നുണ്ട്. എൻ്റെ മനസ്സിൽ ഞാനൊരു തീരുമാനമെടുത്തു, കുവൈറ്റിലുള്ള എല്ലാ മലയാളികൾക്കും, ആ പ്രാർത്ഥന മലയാളത്തിലാണ്, എല്ലാ മലയാളികൾക്കും ആ പടം അടിച്ചത് അച്ഛൻ എനിക്ക് തരണം. ഒരു 2000 പടം എനിക്ക് തരണം. ഇത് എല്ലാവർക്കും എനിക്ക് കൊടുക്കണം. ഇതെല്ലാവരെയും പേഴ്സണലായിട്ട് ഞാൻ എങ്ങനെയാണോ അത് എത്തിക്കാനായിട്ട് സാധിക്കുക, എനിക്ക് പറ്റാവുന്ന ഞാൻ എത്തിപ്പിക്കും. ഏത് വിധത്തിലാണെങ്കിലും ഇത് അവർക്ക് എത്തിപ്പിക്കണം. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇന്ന് പണവും പ്രശസ്തിയും എല്ലാം ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിലെ വ്യത്യസ്തത എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ ഒരു നിറവ് എനിക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞത്, ഒരു അഭിഷേകം എൻ്റെ ജീവിതത്തിൽ വന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോഴാണ്. ഒരു അഭിഷേകം എൻ്റെ ജീവിതത്തിൽ വന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോഴാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് ധാരാളം മനുഷ്യരെ അച്ഛൻ കാണുന്നുണ്ട്, ജീവിതത്തിൽ സംതൃപ്തിയില്ലാത്ത മനുഷ്യർ. ജീവിതത്തിൽ, കുടുംബത്തിൽ സംതൃപ്തിയില്ല, വ്യക്തി ജീവിതത്തിൽ സംതൃപ്തിയില്ല, പണത്തിൽ സംതൃപ്തിയില്ല, ലൈംഗികതയിൽ സംതൃപ്തിയില്ല, ജോലിയിൽ സംതൃപ്തിയില്ല, ശുശ്രൂഷയിൽ സംതൃപ്തിയില്ല, അസ്വസ്ഥരായ മനുഷ്യർ. പ്രിയപ്പെട്ടവരെ, ഈ മേഖലകളെല്ലാം തന്നെ അഭിഷേകം വന്ന് നിറയുമ്പോഴാണ് നമ്മുടെ എല്ലാ ജീവിതങ്ങളിലുള്ള ഈ വിള്ളലുകൾ, ഈ ശൂന്യതകളെല്ലാം അഭിഷേകം വന്ന് നിറയുന്നതിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന് അർത്ഥം കൈവരുന്നത്, നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യം കൈവരുന്നത്, നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ സാധ്യമാകുന്നത് ഈ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായിട്ടുള്ള അഭിഷേകം. മർക്കോസിൻ്റെ സുവിശേഷം അച്ഛൻ പഴയ നിയമത്തിൽ പറഞ്ഞത് പൂർത്തിയാക്കിയില്ല, തിരിച്ചു വരുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 9-10 തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഇത് ഈശോ യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിക്കുവാനായിട്ട് നാസറത്തിലെ ജോർദാനിൽ വന്നു. മാമോദീസ സ്വീകരിച്ച് ഇത് വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ ആത്മാവ് യേശുവിൻ്റെ മേൽ വന്നു നിറഞ്ഞു. ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാനിതാ സംപ്രീതനായിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ,
നമ്മുടെയൊക്കെ ജീവിതങ്ങൾ, വ്യക്തിത്വങ്ങളൊക്കെ, നമ്മുടെ ശുശ്രൂഷകളോ, നമ്മുടെ കുടുംബങ്ങളോ, നമ്മുടെ പ്രൊഫഷനുകളോ എല്ലാം തന്നെ ഇതാ അഭിഷേകത്തിൻ്റെ നിറവായി നമ്മുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടുമ്പോൾ യേശു കേട്ടതുപോലെയുള്ള ഒരു സ്വരം ഈ രാത്രിയിലും പ്രിയപ്പെട്ട ദൈവജനമേ വരും കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് കേൾക്കണം. ആത്മാവ് വന്ന് നിറയുന്നു. ആത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ ദൈവം സംപ്രീതനാകുന്നു. നിൻ്റെ മേൽ ദൈവം സംപ്രീതനാകുന്നു. എൻ്റെ മേൽ ദൈവം സംപ്രീതനാകുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് കഴിയുമ്പോൾ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകം കുറഞ്ഞു പോകുന്ന കുടുംബങ്ങൾ, അഭിഷേകം കുറഞ്ഞു പോകുന്ന ധ്യാന സെൻ്ററുകൾ, അഭിഷേകം കുറഞ്ഞു പോകുന്ന ശുശ്രൂഷകർ, അഭിഷേകം കുറഞ്ഞു പോകുന്ന മനുഷ്യരെ നമ്മൾ കാണുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ വീണ്ടും തിരിച്ചറിയേണ്ടത്, നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടത്, കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കണം. നമ്മളൊക്കെ കർത്താവിൻ്റെ സ്വരം നമ്മൾ കേൾക്കണം. അവിടത്തോട് നമ്മൾ ഓരോരുത്തരും ചേർന്നിരിക്കണം. ദൈവത്തോട് ചേർന്നിരിക്കുന്ന മനുഷ്യന് ദൈവിക സ്വഭാവത്തെ സ്വീകരിക്കാൻ പറ്റും. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യന് ദൈവിക മനുഷ്യനാകാനായിട്ട് പറ്റും. ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന വ്യക്തിക്ക് ദൈവിക വ്യക്തിത്വം, ആത്മീയ വ്യക്തിത്വം രൂപപ്പെടുന്നത് മനസ്സിലാക്കാൻ, അനുഭവിക്കാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് അനേകം മതങ്ങളുടെ, ജാതികളുടെ, വർഗങ്ങളുടെ ഇടയിൽ നമ്മളൊക്കെ ജീവിക്കുമ്പോൾ നമ്മൾ തളർന്നു പോകരുത്. കുടുംബങ്ങൾ വീണു പോകരുത്. കുടുംബങ്ങൾ, വ്യക്തികൾ വീണു പോകരുത്. വീണുപോയാൽ അതിൻ്റെ അർത്ഥം നമുക്ക് അഭിഷേകം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അഭിഷേകം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുവാനായിട്ടുള്ള മണിക്കൂറാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ തിരിച്ചു വരട്ടെ. 1 രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെയുള്ള തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതാ ഏലിയ പ്രവാചകനെ കുറിച്ച് നമ്മൾ കണ്ടു. ഏലിയ പ്രവാചകൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ജസബൽ രാജ്ഞി അറിയാനായിട്ടിട വന്നു. ആഹാബ് വഴിയായിട്ട് അറിയാനായിട്ടിട വന്നു. വചനം നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതാ എപ്രകാരമാണോ ഏലിയ പ്രവർത്തിച്ചത് അതുപോലെ ഏലിയ ഇതാ വാളിനിരയാക്കപ്പെടുമെന്നുള്ള ജസബൽ രാജ്ഞിയുടെ ഇതാ പ്രഖ്യാപനം കേട്ട നിമിഷം തന്നെ ഏലിയ പ്രവാചകൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ജീവൻ പ്രാണരക്ഷാർത്ഥം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഏലിയ പ്രവാചകൻ നടന്നു. ഏലിയ പ്രവാചകൻ ഓടി മടുത്തു. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരുവചനം താഴേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഏലിയ പ്രവാചകൻ കർത്താവിൻ്റെ മലയായ ഹോറേബിൽ എത്തിച്ചേരുന്നു. 40 ഇവിടെ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ 40 രാവും 40 പകലും ഇതാ ഏലിയ പ്രവാചകൻ നടന്നു എന്നാ പറയുക. ഒരു ഗുഹയിലെത്തി ഏലിയ പ്രവാചകൻ അവിടെ ദൈവത്തോടൊപ്പം ചേർന്നിരിക്കുകയാണ്. ഏലിയ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയ അഭിഷേകത്തെ വീണ്ടും തരുവാനായിട്ട് ഏലിയ പ്രവാചകൻ പ്രാർത്ഥിച്ചു. ഏലിയ പ്രവാചകൻ ഇരുന്നു. ദൈവത്തെ സേവിക്കാൻ, ദൈവത്തെ കാണാൻ, ദൈവത്തെ വ്യക്തിപരമായി അനുഭവിക്കാൻ, വേറെ തരത്തിൽ പറഞ്ഞാൽ അനുഭവിച്ചത് നഷ്ടപ്പെട്ടത് വീണ്ടും തിരിച്ചെടുക്കാൻ. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ സന്യാസ ഭവനങ്ങളും നമ്മുടെ ധ്യാന സെന്ററുകളും നമ്മുടെ ശുശ്രൂഷ മേഖലകളും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ സമൂഹങ്ങളൊക്കെ ഹോറേബായിട്ട് മാറണം. ഏലിയ ഇരുന്നതുപോലെ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഇടമായി നമ്മുടെ ഭവനങ്ങൾ മാറണം. ഹല്ലേലൂയ,
ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കരന്ന് വീശി പറഞ്ഞേ ഹല്ലേലൂയ. അല്പം കൂടി സ്വരമുയർത്തി ഹല്ലേലൂയ. വലിയൊരു അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ഏലിയ പ്രവാചകൻ ഇരുന്നു പ്രാർത്ഥിച്ചു ശക്തിപ്പെട്ടു. തിരുവചനം 9-ാമത്തെ വചനത്തിൽ, 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ന്റെ 9-ാമത്തെ തിരുവചനത്തിൽ ദൈവമായ കർത്താവ് ഏലിയായോട് ചോദിച്ചു, ഏലിയ, നീ ഇവിടെ എന്നാ ചെയ്യുന്നേ? നീ എന്നാ ചെയ്യുന്നവിടെ? കർത്താവ് ഈ കാലഘട്ടത്തിൽ എന്നോടും ചോദിക്കുന്നുണ്ട്, ജോയിച്ചനോടും ചോദിക്കുന്നുണ്ട്. ഓരോ സമർപ്പിതയോടും, ഓരോ കുടുംബനാഥനോടും, ഓരോ കുടുംബനാഥയോടും, ഓരോ യുവാവിനോടും യുവതിയോടും കർത്താവ് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? നീ എന്താ ഇവിടെ ചെയ്യുന്നേ? നിന്റെ പ്രൊഫഷൻ ഏതുമാകട്ടെ, നിന്റെ ജോലി ഏതുമാകട്ടെ, നിന്റെ ജീവിതത്തിൻ്റെ വ്യാപാരങ്ങൾ ഏതുമാകട്ടെ, എന്താ നീ ഇവിടെ ചെയ്യുന്നത്? പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ കാണുന്നു, ഏലിയ പ്രവാചകൻ ദൈവത്തോട് പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയെ പ്രതി തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയെ പ്രതി തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. എൻ്റെ തീഷ്ണത എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് ചോദിക്കണം. പ്രാർത്ഥനയുടെ തീഷ്ണത, അഭിഷേകത്തിൻ്റെ തീഷ്ണത, ഇതാ വിശുദ്ധിയുടെ തീഷ്ണത, ഇതാ ആത്മീയ കൃപയുടെ തീഷ്ണത എനിക്കും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും, ഏത് വ്യക്തികളാകട്ടെ, നമ്മൾ ചോദിക്കണം. ഏലിയ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ അഭിഷേകത്തെ നിറഞ്ഞ ഏലിയ പറഞ്ഞു, അങ്ങയെ പ്രതി തീഷ്ണതയാ ഞാൻ ജ്വലിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ഹൃദയങ്ങളൊക്കെ ജ്വലിക്കണം, നമ്മുടെ ഹൃദയങ്ങളൊക്കെ ജ്വലിക്കണം. ഒരുപക്ഷേ മന്ദീഭവിച്ചു പോയ നമ്മുടെ ജീവിതങ്ങള് ആത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞു കഴിയുമ്പോൾ ജ്വലിക്കുന്ന ജ്വലനങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറണം. വെളിപാടിൻ്റെ പുസ്തകം, ഈ വചനം പൂർത്തിയാക്കാനായിട്ട് വേറെ വചനം വേണം. വെളിപാടിൻ്റെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നീ ചൂടോ തണുപ്പോ ഉള്ളവനാണോ? ഉള്ളവനായിരുന്നുവെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചൂടോ തണുപ്പോ ഉള്ളവനായിരുന്നുവെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോടും എന്നോടും ചോദിക്കുന്നു, നീ ചൂടോ തണുപ്പോ ഇല്ലാത്ത മന്നോഷ്ണനായ മനുഷ്യനാണോ? മന്നോഷ്ണനായ ശുശ്രൂഷകനാണോ? മന്നോഷ്ണനായ അപ്പനാണോ? അമ്മയാണോ? സമർപ്പിതയാണോ? പുരോഹിതനാണോ? നീ അങ്ങനെ ആകാൻ പാടില്ല. ഒന്നില്ലെങ്കിൽ നീ ചൂടുള്ളവനാകണം, നീ തണുപ്പുള്ളവനാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൻ്റെ തീ കത്തലൊക്കെ അറ്റുപോയിട്ടുണ്ടോ? കെട്ടുപോയിട്ടുണ്ടോ? കെട്ടുപോയിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിലേക്ക് തീ വന്ന് വീഴണം. അഭിഷേകത്തിൻ്റെ തീ വന്ന് വീഴണം. അഭിഷേകത്തിൻ്റെ നിറവ് അവിടെ സംഭവിക്കണം. ഇവിടെ വീണ്ടും നമ്മൾ തിരിച്ചു വരികയാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൻ്റെ 19-ാം അധ്യായത്തിലേക്ക് 14-ാമത്തെ വചനത്തിൽ വീണ്ടും ദൈവമായ കർത്താവ് ഏലിയായോട് ചോദിച്ചു, ഏലിയ, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? ഏലിയ കർത്താവിനോട് പറഞ്ഞു, നേരത്തെ പറഞ്ഞതുപോലെ അല്ല ഏലിയ ഇവിടെ പറയുന്നത്. ഏലിയ പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയെ പ്രതിയുള്ള
അതിതീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ് ഇവിടെ. അങ്ങയെ പ്രതിയുള്ള അതിതീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. അതീവമായിട്ടുള്ള തീഷ്ണതയാൽ, അഭിഷേകത്താൽ ഏലിയ നിറയപ്പെട്ടു. ഏലിയ ശക്തിപ്പെട്ടു. ഏലിയ ബലപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഇന്ന് ഇതാ നട്ടെല്ല് നിവർത്തി നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്, അത് കുടുംബനാഥനോ കുടുംബനാഥി, യുവാവോ യുവതിയോ, ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലുള്ളവരാകട്ടെ, പ്രിയപ്പെട്ട ദൈവജനമേ, അഭിഷേകത്താൽ നമ്മൾ ഓരോരുത്തരും നിറയപ്പെട്ട് കഴിയുമ്പോഴാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ അടുത്തുള്ള ആളുകളെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ, പുഞ്ചിരിച്ചിട്ടൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, ഹല്ലേലൂയ. നിങ്ങൾ ആരെയും പേടിപ്പിക്കരുത്, പുഞ്ചിരിച്ചിട്ട് നോക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അതീവ തീഷ്ണതയാൽ, ദൈവത്തിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെട്ട് കഴിയുമ്പോൾ അതീവ തീഷ്ണതയാൽ ജ്വലിക്കുന്ന വ്യക്തിയായി നീയും ഞാനും മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അത് ഈ രാത്രിയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ സംഭവിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ ഈ ഒരു നിറവ്, ഈ ഒരു ജ്വലനം, ഈ അതീവ തീഷ്ണതയുടെ തീ കത്തൽ, ആത്മാവിൽ തീ കത്തുന്ന ആ അവസ്ഥ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതങ്ങളിൽ സംഭവിക്കുവാനാണ് കർത്താവ് നമ്മളെ ഈ രാത്രിയിൽ അവിടുത്തെ മുമ്പിൽ ഓരോരുത്തരെയും ഇതാ കൊണ്ടുവന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിലേക്ക് വീണ്ടും നമ്മൾ വരുമ്പോൾ, പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായത്തിൽ 7 മുതൽ 11 വരെയുള്ള തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മോശയും ഇസ്രായേൽ ജനവും ഇതാ പ്രാർത്ഥിക്കുവാനായിട്ട് വരുന്നു. മോശ കൂടാരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. ജനമെല്ലാം അതാത് കൂടാരങ്ങളിലായിട്ട് ഇതാ പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്, എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. മോശയും ഇസ്രായേൽ ജനം മുഴുവനും പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ മേഘസ്തംഭം കൂടാരത്തിന് മുകളിലായിട്ട് വന്നു നിൽക്കുന്നു. ദൈവത്തിൻ്റെ ഇതാ സാന്നിധ്യം ഇതാ മനുഷ്യരോടുകൂടെ എന്ന് പറയുന്നത് പോലെ ഇതാ അവരുടെ ഇതാ ഇടയിലേക്ക് കൂടാരത്തിന് മുകളിലായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളുടെ മേല് അഭിഷേകം നിറയുന്നത്, നമ്മുടെയൊക്കെ കുടുംബങ്ങളുടെ മേല് അഭിഷേകമെന്ന് നിറയുന്നത്, നമ്മുടെയൊക്കെ ധ്യാന സെന്ററുകളുടെ മേല് അഭിഷേകമെന്ന് നിറയുന്നത്, നമ്മുടെയൊക്കെ ശുശ്രൂഷ മേഖലയുടെ മേല് അഭിഷേകമെന്ന് നിറയുന്നത് മോശയും ഇസ്രായേൽ ജനവും പ്രാർത്ഥിച്ചിരുന്നത് പോലെ നമ്മളും പ്രാർത്ഥിച്ചിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 34 മുതൽ 42 വരെയുള്ള തിരുവചനത്തിൽ നമ്മൾ കാണുന്നു, ഈശോയും ശിഷ്യന്മാരും
പ്രാർത്ഥിച്ചിരിക്കുന്നത്. ഗെത്സമനിയിൽ പ്രാർത്ഥിക്കുന്ന ശിഷ്യന്മാരെ ഈശോയും നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതാ ഉറക്കം തൂങ്ങിപ്പോയ ശിഷ്യന്മാരോട് ഈശോ പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നത് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കുവാൻ, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ. നമ്മുടെ ഹൃദയങ്ങളൊക്കെ ഉണരണം പ്രിയപ്പെട്ടവരെ. ആത്മാവിൻ്റെ അഗ്നി വന്ന് വീഴുമ്പോൾ മാത്രമാണ് ഈ ഉണർവിൻ്റെ അഭിഷേകം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുക. ഈശോ പ്രാർത്ഥിക്കുകയാണ്. തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇതാ അവിടുന്ന് പ്രാർത്ഥിച്ചു. അവിടുന്ന് പ്രാർത്ഥിച്ചപ്പോൾ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായിട്ട് നിലത്ത് വീണു. അത്രമാത്രം ഇതാ നിറവ്, പ്രാർത്ഥനയുടെ അഭിഷേകത്തിൻ്റെ ശക്തിയിലേക്ക് നമ്മുടെ കർത്താവ് ഇതാ നമ്മൾ ഓരോരുത്തരെയും കൊണ്ടുവരുന്നുണ്ട്. നമുക്കറിയാം, ഗെത്സമനി മുതലുള്ള തുടർന്നുള്ള കാൽവരി മലയുടെ നെറുക വരെയുള്ള യാത്രയുടെ സമയങ്ങളിലേക്ക് വേണ്ട അഭിഷേകത്തെ പൂട്ടി ശേഖരിക്കുകയായിരുന്നു. വേറെ തരത്തിൽ പറഞ്ഞാൽ ഈശോ അവിടെ ആ മണിക്കൂറിൽ ചെയ്തുകൊണ്ടിരുന്നത് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും അച്ഛൻ പറയും, പ്രിയപ്പെട്ട ദൈവജനമേ, ഈ കാലഘട്ടത്തിൽ കർത്താവ് നമ്മൾ ഓരോരുത്തരെ ഇതിലൂടെയൊക്കെ പഠിപ്പിക്കുക. നമ്മുടെയൊക്കെ കുടുംബങ്ങൾ പ്രിയപ്പെട്ടവരെ ഗെത്സമനിയായിട്ട് മാറണം. കർത്താവിൻ്റെ അഭിഷേകത്തിൻ്റെ നിറവ് നടന്നതുപോലെ, വിയർപ്പ് തുള്ളി രക്തത്തുള്ളികളായിട്ട് മാറിയതുപോലെ, പ്രാർത്ഥനയുടെ ശക്തമായിട്ടുള്ള അഭിഷേകത്തിൻ്റെ നിറവ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ വന്നുണ്ടാകണം, നിറയണം. നമ്മുടെ കുടുംബങ്ങൾ വേറെ തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളും ഗെത്സമനിയായിട്ട് മാറണം പ്രിയപ്പെട്ടവരെ. നമ്മൾ നേരത്തെ കണ്ടതുപോലെ സീനായി ആയിട്ട് മാറുന്നത് പോലെ, ഹോറേബായിട്ടും നമ്മുടെ കുടുംബങ്ങൾ മാറുന്നത് പോലെ നമ്മുടെ കുടുംബങ്ങളൊക്കെ ഗെത്സമനിയായിട്ട് മാറണം. അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള പ്രത്യേക അഭിഷേകത്തിന് നിറവിനായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ നമുക്കും ആഗ്രഹിക്കാം. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോടൊപ്പം ഇരിക്കണം. നമ്മൾ ഇരിക്കണം കർത്താവിനോടൊപ്പം. പ്രാർത്ഥനയിൽ അഭിഷേകത്തിൻ്റെ നിറവിനായിട്ട് നമ്മൾ ഇരിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയുടെ അഭിഷേകത്തിലൂടെ ആത്മീയ വ്യക്തിത്വം നമ്മളിൽ രൂപപ്പെടട്ടെ. വിശുദ്ധി ഇതുമൂലം നമ്മളിൽ രൂപപ്പെടട്ടെ. ആത്മാവിൻ്റെ നിറവ് പ്രിയപ്പെട്ട ദൈവജനമേ ഇതുമൂലം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതങ്ങളിൽ രൂപപ്പെടണം. നമുക്ക് വരുന്ന നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കണം. ഇതുപോലെ നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മുടെ ഹൃദയങ്ങളൊക്കെ ജ്വലിക്കണം. നമ്മുടെ കണ്ണുകളൊക്കെ തുറക്കണം. സത്യം കാണാൻ, സത്യം കേൾക്കാൻ, അതനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളൊക്കെ ക്രമീകരിക്കപ്പെടാൻ, നവീകരിക്കപ്പെടാൻ. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ജീവിതങ്ങളിലൊക്കെ യഥാർത്ഥമായ നവീകരണം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഒരഭിഷേകത്തിൻ്റെ നിറവ് വ്യക്തികളിൽ സംഭവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള ജീവിതങ്ങളായിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറട്ടെ. അഭിഷേകമുള്ള അപ്പനാകാൻ, അഭിഷേകമുള്ള അമ്മയായി മാറാൻ, അഭിഷേകമുള്ള പുരോഹിതൻ, അഭിഷേകമുള്ള സമർപ്പിതയായി മാറാൻ, അഭിഷേകമുള്ള ശുശ്രൂഷകൻ, അഭിഷേകമുള്ള ശുശ്രൂഷകയായി മാറാൻ, അഭിഷേകമുള്ള യുവാവായി, അഭിഷേകമുള്ള യുവതിയായി, മകനായി, മകളായി മാറാൻ നമുക്ക് ആഗ്രഹിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. വരുന്ന നിമിഷങ്ങളിൽ ഈ വലിയ ജ്വലനം, ഈ വലിയ ശക്തി, ഈ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത ശക്തി നമ്മളിൽ വന്ന് നിറയാൻ ആഗ്രഹിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. തിരുസന്നിധിയിൽ നമുക്കൊരു നിമിഷം കണ്ണുകളൊന്ന് അടച്ച്
കരങ്ങളൊന്ന് കൂപ്പി എൻ്റെ ജീവിതം ഇങ്ങനെ പോയാൽ പോരാ. ഈ സമയം ഇതാ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല മക്കളും, സകല കുടുംബങ്ങളും, സകല സമൂഹങ്ങളും, സകല വ്യക്തികളും എൻ്റെ ജീവിതം അഭിഷേകമുള്ള ജീവിതമായിട്ട് മാറണം. ഞാൻ അഭിഷേകമുള്ള പുരോഹിതനായി, അഭിഷേകമുള്ള സമർപ്പിതയായി, അഭിഷേകമുള്ള അപ്പനായി, അഭിഷേകമുള്ള അമ്മയായിട്ട് മാറണം. അഭിഷേകമുള്ള യുവത്വം, എൻ്റെ യുവത്വം അതിലേക്ക് രൂപാന്തരീകരണം നടക്കണം. അതിനായിട്ട് നമുക്ക് ആഗ്രഹിക്കുക പ്രിയപ്പെട്ടവരെ. അതിനായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ ജ്വലിക്കണം, നമ്മുടെ ജീവിതങ്ങൾ രൂപാന്തരീകരണം പ്രാപിക്കണം. ഇതെല്ലാം സംഭവിക്കുക ഈ അഭിഷേകത്തിൻ്റെ നിറവിലൂടെയാണ്. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കരങ്ങൾ രണ്ട് നമുക്കൊന്ന് ഉയർത്താം. എളിമയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ കരങ്ങൾ രണ്ടും ഉയർത്തി ദൈവജനം മുഴുവനും ഇപ്പോൾ ഈ സമയം, ദൈവമേ, എൻ്റെ ഹൃദയത്തിൽ കെട്ടുപോയ തിരി നീ കത്തിപ്പിക്കണമേ. കർത്താവേ, അണഞ്ഞുപോയ തിരി ആത്മാവിൻ്റെ അഭിഷേകം അയച്ച് കത്തിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ഹൃദയങ്ങളെ തുറക്കണമേ, എൻ്റെ മനസ്സുകളെ തുറക്കണമേ. എൻ്റെ ജീവിതങ്ങള് ഇതാ അനുഗ്രഹം പ്രാപിക്കാൻ ഇടവരട്ടെ, ശക്തിപ്പെടാൻ കാരണമാകട്ടെ, അഭിഷേകം നിറയാൻ കാരണമാകട്ടെ. എൻ്റെ ശുശ്രൂഷ അഭിഷേകമായിട്ട് മാറണം, എൻ്റെ കുടുംബം അഭിഷേകമായിട്ട് മാറണം, എൻ്റെ മക്കൾ അഭിഷേകമുള്ളവരായിട്ട് മാറണം, സഭ മുഴുവൻ അഭിഷേകത്തിലേക്ക് വരണം, സമൂഹങ്ങൾ മുഴുവൻ അഭിഷേകത്തിലേക്ക് വരണം. ആഗ്രഹിക്കാം. നമുക്കൊന്ന് ചേർന്നൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ, എല്ലാവരും ആഗ്രഹിക്കട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഓ ദൈവമേ, ഓ ദൈവമേ, ജനം പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തെ നിറയാൻ ശക്തി പ്രാപിക്കട്ടെ, ബലം പ്രാപിക്കട്ടെ, കൃപ കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, നന്ദി പറയുന്നു. ഓ യേശുവേ, ഞങ്ങൾ ആരാധിക്കുന്നു. ഓ ദൈവമേ, ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, ആരാധന, ആരാധന. ആരാധന, 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 ആരാധന. യേശുവേ, നന്ദി. ജീവനേകുക, കരങ്ങൾ കൂപ്പി വീണ്ടും ശക്തി നൽകുക, പാവനാത്മാവേ, ദാസരിൽ നിറഞ്ഞിടുക. കണ്ണുകൾ അടച്ച് എല്ലാവരും പ്രാർത്ഥിക്കുന്നു. വീണ്ടും ജീവനേകുക, നഷ്ടപ്പെട്ടു പോയത് ശക്തിയേകുക, ഈ രാത്രി ശക്തിയുടെ രാത്രിയാകട്ടെ. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. ഓ പ്രവാചകന്മാരുടെ മേലെ നിറഞ്ഞതുപോലെ വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. ഓ അത്ഭുത ശക്തി, പാവനാത്മാവേ, ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞിടുക. ഹൃദയങ്ങൾ നിറയട്ടെ. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക, പാവനാത്മാവേ, ദാസരിൽ നിറഞ്ഞിടുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് എന്നും എപ്പോഴും യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക്
പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അൾത്താരകളിൽ ഇപ്പോൾ അർപ്പിക്കപ്പെടുന്ന ദിവ്യകാരുണ്യത്തോടും ഉയർത്തപ്പെട്ട ദിവ്യകാരുണ്യത്തോടും ശുശ്രൂഷകളെയും ലോകം മുഴുവനെയും ചേർത്ത് വെച്ചുകൊണ്ട് അനുഗ്രഹിച്ച് അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ.